2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? അപ്പൊ NHRCയുടെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള 6 പേര് സെലക്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്. ആ 6 പേര് നോക്കിക്കോളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാന്റെ ആയിക്കോട്ടെ, അംഗങ്ങളുടെ ആയിക്കോട്ടെ, അവരുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ശ്രദ്ധിച്ചു കേട്ടോടെ. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. ഇന്ന് നമ്മൾ LDCയുടെ ഒരു സൂപ്പർ റിവിഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. LDC റിവിഷനിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ സുപ്രധാന നിയമങ്ങൾ, അല്ലേ? അപ്പൊ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ ഒരുവിധം പഠിച്ച് സെറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഇനി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളിൽ ഒരു സംശയം, മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും ഒക്കെ തമ്മിൽ ഒരു ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും. സോ ആ സംശയങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ സംശയങ്ങൾ ഇനി നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു സംശയം വരാത്ത രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സുപ്രധാന നിയമങ്ങളിൽ പഠിച്ചിരിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും PSCയിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. റെഡിയാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കാനായിട്ട് പോവുകയാണ്. അതായത് വിവിധ കമ്മീഷനുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? സുപ്രധാന നിയമങ്ങളില് വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അങ്ങനെ ഒരുപാട് കമ്മീഷനുകളുണ്ട്. അതില് ചില കമ്മീഷനുകളുടെ കേസില് നമ്മള് സെലക്ഷൻ കമ്മിറ്റികൾ പഠിക്കാറുണ്ട്, അല്ലേ? വിവരാവകാശ കമ്മീഷന്റെ കേസിലും മനുഷ്യാവകാശ കമ്മീഷന്റെ കേസിലും ഒക്കെ നമ്മൾ അവരെ തെരഞ്ഞെടുക്കുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയെ പറ്റിയിട്ട് പഠിക്കാറുണ്ട്. സോ സെലക്ഷൻ കമ്മിറ്റി എന്നുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടോപ്പിക്ക് ഒരുപാട് പേര് കൊണ്ടുപോയി തെറ്റിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് PSC അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ആ ഒരു സെലക്ഷൻ കമ്മിറ്റി നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു തീർക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ കാലാവധി, അല്ലെ? കാലാവധി എന്ന് പറയുമ്പോഴത്തേക്കും വിവിധ കമ്മീഷനിലെ ചെയർമാനും അംഗങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. 5 വർഷം, 3 വർഷം, 70 വയസ്സ്, 65 വയസ്സ്. ഇതും ഒരുപാട് പേർക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൽ കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഏതാണ് അത്? നമ്മുടെ നിലവിലെ അധ്യക്ഷന്മാരാണ്. അതായത് നമ്മുടെ പല കമ്മീഷനുകളിലുള്ള വിവിധ അധ്യക്ഷന്മാർ ആരൊക്കെയാണ്, നിലവിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് കൂടി പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്? നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ച സമയത്തുള്ള അധ്യക്ഷന്മാരായിരിക്കണമെന്നില്ല നമ്മൾ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വരുന്നവര്. അപ്പോൾ ആ ഒരു റീസെന്റ് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഈ 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിരിക്കും പഠിക്കാനായിട്ട് പോകുന്നത്. റെഡി ആണല്ലോ? അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, എന്നോടൊപ്പം തന്നെ അങ്ങ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തോളൂ. ആദ്യം നമ്മൾ പോകുന്നത് സെലക്ഷൻ കമ്മിറ്റി എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോ എങ്ങനെയാണ് സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. 3ഉം 4ഉം ക്വസ്റ്റ്യൻസ് പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു ചോദ്യം മാത്രമേ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് നിങ്ങളെ ആ ഒരു മോഡൽ ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ശ്രദ്ധിച്ചു കേട്ടോളൂ. ഉൾപ്പെടുന്നവർ ആരൊക്കെ എന്നും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഉൾപ്പെടാത്തത് ആരൊക്കെയാണെന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ശരിയായ ഉത്തരം കൊടുക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട് എന്ന് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. കുറെ പേര് പഠിച്ചിട്ട് പോകും, പക്ഷെ ഓപ്ഷൻസ് കാണുമ്പോൾ എന്ത് ചെയ്യും? ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ട് നെഗറ്റീവ് ചെയ്ത്
ചെയ്തു വെക്കും അല്ലെ. അപ്പൊ ഇവിടെ നാ നോക്കിക്കേ, ഉൾപ്പെടാത്തത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മളിതാ പഠിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പൊ ഞാൻ ആൻസർ ഒന്നും പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഉള്ള ആൻസർ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കിയാലോ, സെലക്ഷൻ കമ്മിറ്റി ഓരോന്നും എടുത്തു വെച്ച് പഠിക്കാം. ആദ്യം നമ്മൾ പോകുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലേക്കാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ സെലക്ഷൻ കമ്മിറ്റിക്ക് മുമ്പായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് അങ്ങ് പഠിച്ചിട്ട് പോകാം. അവിടെയുള്ള ആ ഒരു കമ്മീഷണർമാരെ, മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റ് വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടാകും അല്ലെ. അപ്പൊ അവരെല്ലാം നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ് അല്ലെ. രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലേക്കുള്ള മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. ഈ രാഷ്ട്രപതി അവരെ നിയമിക്കുന്നത് ആരുടെ ശുപാർശ പ്രകാരമാണ്? അതിന് വേണ്ടുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റി പറയുന്നത് പ്രകാരമുള്ള വ്യക്തികളെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാഷ്ട്രപതി നിയമിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ്? ആ ശുപാർശ കമ്മിറ്റി അഥവാ റെക്കമെൻഡേഷൻ കമ്മിറ്റി എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ ആ റെക്കമെൻഡേഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത്, വിവരാവകാശ കമ്മീഷൻ എന്നാണ് ചോദ്യമെങ്കിൽ അവിടെയുള്ള ശുപാർശ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? 3 അംഗങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു നമ്പർ ആദ്യം തന്നെ അങ്ങ് പഠിച്ചേ. ഓക്കെ, വിവരാവകാശ കമ്മീഷൻ ആണ് ചോദ്യമെങ്കിൽ അവിടെയുള്ള ശുപാർശ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കത്തില്ല എങ്കിലും ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ പേരുകൾ പെട്ടെന്ന് വരണമെങ്കിൽ അവിടെ നമ്മൾ എത്ര പേരുണ്ടെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക. എത്ര പേരാണ്? 3 പേരാണ്. മറന്നു പോകത്തില്ലല്ലോ. വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ അവിടെയുള്ള അംഗങ്ങൾ, ശുപാർശ കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്ര പേരാണ്? 3 പേരാണ്. അങ്ങനെയാണെങ്കിൽ ആ 3 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ആദ്യം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ട്. പ്രധാനമന്ത്രിയാണ് ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഈ ഒരു റെക്കമെൻഡേഷൻ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഈ ഒരു ശുപാർശ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ശുപാർശ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അവിടെ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ. മറക്കത്തില്ലല്ലോ. അപ്പൊ അവിടെ പ്രധാനമന്ത്രി ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തി ശ്രദ്ധിച്ചു പഠിച്ചോളൂ. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. ശ്രദ്ധിച്ചിരിക്കുക. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് രണ്ടാമത്തെ വ്യക്തി. നേരത്തെ നമുക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് എന്താണ്? ലോക്സഭയുടെ സ്പീക്കർ ആണോ എന്നുള്ളൊരു സംശയം നമുക്ക് സ്വാഭാവികമായും വരും. കാരണം നമ്മൾ മനുഷ്യാവകാശമൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ സ്പീക്കർ എന്നുള്ള കാര്യം നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ അവിടെയാണോ ഇവിടെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് പഠിക്കാൻ പറയുന്നത്. ഇവിടെ ലോക്സഭയുടെ സ്പീക്കർ ഇല്ല. ആരാണുള്ളത്? അത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. ഓക്കെ അല്ലേ? അപ്പൊ 2 വ്യക്തികൾ പഠിച്ചു. ഇനി മൂന്നാമതായിട്ടുള്ള വ്യക്തി ആരാണ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് മൂന്നാമത്തെ വ്യക്തി. അപ്പൊ ഈ 3 വ്യക്തികളെ നിങ്ങൾ മറന്നു പോകരുത്. വിവരാവകാശ കമ്മീഷൻ ആണ്, അവിടെ 3 പേരാണുള്ളത്. അതിന്റെ കേന്ദ്രമാണെങ്കിൽ ആ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആളാണ് അവിടെ നിൽക്കുന്നത്. ആരാണ്? ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. ഓക്കെ, അതിനുശേഷം ഇയാളുമായിട്ട് കണക്ഷൻ ഉള്ള അടുത്തൊരാളാണ് ഇവിടെ ഉള്ള മറ്റൊരു വ്യക്തി. ആരാണ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. മനസ്സിലായോ?
ഇനി ഇത് മറന്നു പോകത്തില്ലല്ലോ. ഓക്കെ ആണോ? ഓക്കെ, ഇനി തിരിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലേക്കാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? വിവരാവകാശ കമ്മീഷൻ ഉണ്ട്. അപ്പോ ഈ വിവരാവകാശ കമ്മീഷനിലേക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണോ? അല്ല, ഇത് സംസ്ഥാനമല്ലേ, വിവരാവകാശ കമ്മീഷൻ അല്ലേ. അപ്പോ അവിടെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. എങ്കിൽ ഗവർണർ ഈ ആൾക്കാരെ ഈ ഒരു കമ്മീഷനിലേക്ക് നിയമിക്കുന്നത് ഒരു ശുപാർശ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ആ സെലക്ഷൻ കമ്മിറ്റിയിലും ഉള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? വിവരാവകാശ കമ്മീഷന്റെ ശുപാർശ കമ്മിറ്റി ചോദിച്ചാൽ അവിടെ നമ്മൾ 3 എന്നുള്ള നമ്പർ ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ 3 പേരുടെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, അപ്പോ ഇവിടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ശുപാർശ കമ്മിറ്റിയിൽ സംസ്ഥാനമല്ലേ, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവി വരുന്ന ആരുണ്ട്? മുഖ്യമന്ത്രി. ഗവർണർ കഴിഞ്ഞാൽ ആരുണ്ട്? മുഖ്യമന്ത്രി ഉണ്ട് അല്ലെ. അപ്പൊ ഈ ശുപാർശ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. മനസ്സിലായോ? ശുപാർശ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ജസ്റ്റ് കേന്ദ്രത്തിന്റെ ഓപ്പോസിറ്റ്. നമ്മൾ സംസ്ഥാനങ്ങളുടെ കേസ് അങ്ങ് പറഞ്ഞാൽ മതി. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് സംസ്ഥാനങ്ങളും ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ലോക്സഭയോ രാജ്യസഭയോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇത് സംസ്ഥാനത്തെ കമ്മീഷൻ അല്ലേ. അപ്പൊ സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് ആ ഒരു പവറിലുള്ള അതിനെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അത് നമ്മുടെ സംസ്ഥാന അസംബ്ലി, സംസ്ഥാന നിയമസഭയാണ്. അപ്പൊ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എവിടെയുണ്ട്? ഈ ശുപാർശ കമ്മിറ്റിയിൽ ഉണ്ട്. ഓക്കെ ആണോ? മൂന്നാമത്തെ വ്യക്തി ഒന്ന് പറഞ്ഞേ. മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ്. ഓക്കെ, നേരത്തെ അവിടെയും എന്ത് തന്നെയായിരുന്നു? അത് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ പറയേണ്ടത് എന്താണ്? മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സംസ്ഥാനത്തെ ക്യാബിനറ്റ് മന്ത്രിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സംസ്ഥാനത്തെ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞേ? ഓക്കെ ആണേ? വിവരാവകാശ കമ്മീഷന്റെ ശുപാർശ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പോലും കൊണ്ടുപോയി തെറ്റിക്കത്തില്ലല്ലോ. ഓക്കെ ആണല്ലോ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 3 പേരുടെ ശുപാർശയുള്ള ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് നിയമിക്കുന്നത്. ആ ഒരു കമ്മിറ്റിയിലെ ടോപ്പിലിരിക്കുന്ന ആള് അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. മൂന്നാമത്തെ വ്യക്തി ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണെന്ന് ഓർത്തിരിക്കുക. എന്താണ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലേക്ക് വന്നപ്പോൾ അവിടെ നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിൽ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ആരുണ്ട്? മുഖ്യമന്ത്രിയുണ്ട്, അധ്യക്ഷൻ. അതുപോലെ തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉണ്ട്. മൂന്നാമതായിട്ട് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി, ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി മറന്നു പോകത്തില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. കൂടുതലും ഡിഗ്രി തല പരീക്ഷകളിലൊക്കെ എപ്പോഴും കഴിഞ്ഞ നടന്ന പരീക്ഷകൾക്ക് 1ഉം 2ഉം ഫേസിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. ആ വിവരാവകാശം നേരത്തെ പഠിച്ചല്ലോ, അതങ്ങ് മാറ്റി വെച്ചേരെ. അതും ഇതും തമ്മിൽ തിരിച്ചു പഠിക്കരുത്. ഓക്കെ, തിരിഞ്ഞു പോകരുത്. അത് നമ്മൾ പഠിച്ചു തീർത്തു, അത് മാറ്റി വെച്ചേക്കൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രഷ് മൈൻഡോട് കൂടി തന്നെ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചാലോ? വാ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും എല്ലാം നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ശുപാർശ കമ്മിറ്റി ഉണ്ട്. ശുപാർശ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന കാര്യം, ഇത് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അഥവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ്. വലിയൊരു പവർ ഉള്ള വലിയൊരു അതോറിറ്റി ആണ് എന്ത്?
ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് ചെറിയ സെലക്ഷൻ കമ്മിറ്റി ഒന്നും അല്ല. കാരണം ഇതിലേക്ക് കുറെ ആൾക്കാരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളെ ഇതിലേക്ക് നിയമിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തികളും അങ്ങനെ ഒരുപാട് ആൾക്കാരെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് നിയമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിയമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ ശുപാർശ പ്രകാരമാണ് നിയമിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെലക്ഷൻ കമ്മിറ്റിയുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഓക്കെ, 6 പേരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 6 പേര് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. അതിൽ ആദ്യത്തേതാണ് നമ്മുടെ പ്രധാനമന്ത്രി. ആരാണ്? അധ്യക്ഷനായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ശുപാർശ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത ഒരു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി കാണും. ഓക്കെ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തുണ്ടാകും? ഇവിടെ ഉണ്ടാകും ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. നോക്കൂ, നമ്മൾ ഒരു ടേബിൾ ഇട്ട് കൊടുത്തു. ഇവരെ സെലക്ഷൻ കമ്മിറ്റി ആയിട്ട് ഇരിക്കാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോണേ. ഒരു ടേബിൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എത്ര പേരെ ഇരുത്തണം? ഇവിടെ 3 പേരെ ഇരുത്താം. ഓക്കെ, ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 പേരെ ഇരുത്താം. അപ്പോ നമ്മുടെ NHRC, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? NHRC എന്നാണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ NHRCയുടെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള 6 പേര് സെലക്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ആ 6 പേര് നോക്കിക്കോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രധാനമന്ത്രി. ഓക്കെ, പ്രധാനമന്ത്രിയാണ്. നമുക്കൊരു എന്ത് ചെയ്യാം, കിരീടം വെച്ചു കൊടുക്കാം. പ്രധാനമന്ത്രി അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രിയാണ് ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരാളെയാണ് ഓപ്പോസിറ്റ് ഇരുത്തിയേക്കുന്നത് എന്ന് ഓർത്ത് വെച്ചേ. ആരാണ് പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരാള്? കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, അപ്പൊ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആഭ്യന്തരം. ഓക്കെ, അപ്പൊ ഈ 2 പേരെ നിങ്ങൾ മറക്കത്തില്ലല്ലോ. പ്രധാനമന്ത്രി ഇവിടെ ഇരിക്കുന്നെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓപ്പോസിറ്റ് ആരുണ്ട്? ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ട്. ഓക്കെ, ഇനി ഈ 2 വ്യക്തികളെ നമുക്ക് ലോക്സഭയ്ക്കും കൊടുക്കാം, ഈ 2 വ്യക്തികളെ നമുക്ക് രാജ്യസഭയ്ക്കും കൊടുക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഈ 2 വ്യക്തികൾ എന്ന് പറയുന്നത് ലോക്സഭയിൽ നിന്നും വന്ന 2 വ്യക്തികളാണ്. ഈ 2 വ്യക്തികൾ എന്ന് പറയുന്നത് രാജ്യസഭയിൽ നിന്നും വന്ന 2 വ്യക്തികളാണ്. ഈ ലോക്സഭയിൽ നിന്ന് ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കിക്കേ. ലോക്സഭാ സ്പീക്കറും ഉണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉണ്ട്. ഓക്കെ, അപ്പൊ ലോക്സഭാ സ്പീക്കറിനെ നമ്മൾ ഇവിടെ ഇരുത്തുന്നു, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ നമ്മൾ ലോക്സഭയുടെ സ്പീക്കറിന്റെ ഓപ്പോസിറ്റ് ഇരുത്തി. ഓക്കെ ആണോ? അപ്പൊ പ്രധാനമന്ത്രി ഉണ്ട്, ഓപ്പോസിറ്റ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ട്. ലോക്സഭയിൽ നിന്ന് 2 പേരാണ് വന്നിട്ടുള്ളത്. ഒന്ന് ലോക്സഭാ സ്പീക്കറാണ്, മറ്റൊന്ന് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. ഓക്കെ, പ്രതിപക്ഷ നേതാവാണ്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ രാജ്യസഭയ്ക്കുള്ള 2 സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് ഇവിടെ ലോക്സഭാ സ്പീക്കർ ആകുമ്പോൾ ഇവിടെ നമ്മൾ രാജ്യസഭയുടെ അധ്യക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? രാജ്യസഭാ അധ്യക്ഷൻ എന്നാണ് പറയുന്നത്. രാജ്യസഭയുടെ സ്പീക്കർ എന്ന് നമ്മൾ പറയത്തില്ല. ഓക്കെ, പക്ഷേ ഇവിടെ രാജ്യസഭയുടെ അധ്യക്ഷൻ അല്ല ഉള്ളത്. ആരാണ്? രാജ്യസഭയിലെ ഉപാധ്യക്ഷനാണ് ഉള്ളത്. ഓക്കെ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു കേസ്. ഓക്കെ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് ഇവിടെ ഇരിക്കുന്ന വ്യക്തി എന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി രാജ്യസഭയുടെ ഉപാധ്യക്ഷന്റെ ഓപ്പോസിറ്റ് ആരുണ്ട്? രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ പ്രതിപക്ഷ നേതാക്കന്മാര് 2 ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇത് ലോക്സഭയ്ക്കുള്ള 2 സീറ്റുകളാണ്. ലോക്സഭാ സ്പീക്കർ ഉണ്ട്, ഓപ്പോസിറ്റ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ഇവിടെ ഇരിക്കുന്നത്, ഉപാധ്യക്ഷനാണ് ഇരിക്കുന്നത്. ഇപ്പുറത്ത് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെയാണെങ്കിൽ ശുപാർശ കമ്മിറ്റി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ഈ ആൾക്കാര് കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു? NHRCയിൽ ആരെയൊക്കെ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ഇനിയിപ്പം സിറ്റിംഗ് ആയിട്ടുള്ള ജഡ്ജിമാരെ എല്ലാം അംഗങ്ങളായിട്ടൊക്കെ നിയമിക്കാറുണ്ട്.
അങ്ങനെ നിയമിക്കുന്ന സമയത്ത് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടെ എന്ത് ചെയ്യും, ഇവിടെ ഇരുത്തും. പക്ഷെ അത് എക്സ്ട്രാ കണ്ടീഷൻ ആണ്, അത് നമുക്ക് സെലക്ഷൻ കമ്മിറ്റിയുടെ കൂട്ടത്തിൽ പറയേണ്ട കാര്യമില്ല. അവരെ നിയമിക്കുന്ന കേസിൽ മാത്രമാണ് ആരുമായിട്ട് കൂടിയാലോചിക്കുന്നത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും അതുപോലെ സുപ്രീം കോടതി ജഡ്ജിമാര്, സിറ്റിംഗ് ആയിട്ടുള്ള നിലവിലുള്ള ജഡ്ജിമാരെ നിയമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ദാ ഇത് പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ ആണോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നമ്മൾ വിളിക്കുന്ന പേര് NHRC എന്നാണ്. ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ 6 പേരാണുള്ളത്. പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്, ലോക്സഭാ സ്പീക്കറുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭയുടെ ഉപാധ്യക്ഷനുണ്ട്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരാം. ഓക്കെ, മറ്റേത് NHRC വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഓക്കെ, മറ്റേടത്ത് ദേശീയല്ലേ, അത് ഓൾറെഡി ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. പക്ഷെ സംസ്ഥാനത്ത് നിയമിക്കാനുള്ള അധികാരം വിവരാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, ആരായിരിക്കും നിയമിക്കുന്നത്? അത് നമ്മുടെ ഗവർണർ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഇവിടുത്തെ ശുപാർശ കമ്മിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിവിടെ വലിയ ടേബിൾ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ചെറിയ ടേബിൾ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇവിടെ 4 പേര് മാത്രമാണുള്ളത്. ഓക്കെ, മറ്റേടത്ത് 6 പേരുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ നമുക്ക് എത്ര പേരെ ഇരുത്തിയാൽ മതി? 4 പേരെ ഇരുത്തിയാൽ മതി. അപ്പൊ നമ്മൾ ചെറിയൊരു ടേബിൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഓരോരുത്തരെ ഇരുത്താം. ആദ്യം നമ്മൾ ഇരിക്കുന്നത് ആരാണ്? സംസ്ഥാനമല്ലേ, അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കും ഇവിടെ ഇരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരാളെ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓപ്പോസിറ്റ് ഇരുത്താം. ആരാണ്? സംസ്ഥാന ആഭ്യന്തര മന്ത്രി. ഇനിയിപ്പോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു സീറ്റ് അങ്ങനെ ഇരിക്കും. ഓക്കെ, അത് ആ മുഖ്യമന്ത്രി തന്നെ അതങ്ങ് ഹാൻഡിൽ ചെയ്തോളും. ഓക്കെ, അപ്പൊ മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ അധ്യക്ഷൻ. ഈ ഒരു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഓപ്പോസിറ്റ് ആരുണ്ട്? സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്. ഇനി ഇവിടെ സംസ്ഥാനമായതുകൊണ്ട് തന്നെ നമുക്ക് ലോക്സഭ, രാജ്യസഭ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ആരാണ്? നിയമസഭയാണ്. അപ്പൊ നിയമസഭയിൽ നിന്നുള്ള 2 വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന 2 പേര്. ആരൊക്കെയാണ്? ഒന്ന് നിയമസഭാ സ്പീക്കർ ആണെങ്കിൽ മറ്റൊന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരിക്കും. നിയമസഭാ സ്പീക്കർ, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇവരാണ് എന്ത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. കുറെ പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടൊക്കെ ഇരിക്കും. ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് പോകും. എക്സാം ടൈമിൽ ഇരിക്കുമ്പോൾ അവിടെ ഓപ്ഷൻസ് കണ്ട് നിങ്ങൾക്ക് എന്താണ് തെറ്റിപ്പോകരുത്. ഓക്കെ, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കും. നിങ്ങൾ ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ മതി, പിന്നെ നിങ്ങൾ മറക്കത്തില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ.